to So Deal groove oxidation model we are discussing Deal groove oxidation model. Oxidation oxide thickness calculate mathematical analysis and oxidation process in the mathematical analysis discuss flux F1 F2 F3 flux define different oxygen concentration define then F1 F2 F3 expressions then at equilibrium steady state condition we are considering F1 equal to F2 equal to F3. First condition as F2 equal to F3, you can obtain the expression for Ci. So Ci and expression of the Ci is equal to D into C naught divided by X into Ks plus D. Okay. So ബാക്കിയുള്ളവർ ചെയ്തോ? ഓക്കെ, എല്ലാവർക്കും സെയിം എക്സ്പ്രഷൻ തന്നെയല്ലേ കിട്ടിയിട്ടുള്ള? അപ്പൊ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാണ്. എക്സ്പ്രഷൻ ചെയ്യണോ ഞാൻ? By taking this condition F2 equal to F3, you will get Ci is equal to, അതിൽ ഒരു മോഡിഫിക്കേഷൻ ചെയ്തോ നിങ്ങൾ? ഇപ്പം നിങ്ങൾ അഭിജിത്ത് എഴുതിയ എക്സ്പ്രഷൻ അത് തന്നെയല്ലേ എല്ലാവർക്കും കിട്ടിയത്? അതിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ക്യാപിറ്റൽ ഡി കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഇക്വേഷൻ ഒന്ന് ഫൈനലാക്കി എഴുതിക്കോ. ഓക്കെ, ദാറ്റ് ഈസ് സി നോട്ട് ഡിവൈഡഡ് ബൈ 1 Ks into X divided by D. This is our expression. ഓക്കെ, അപ്പൊ ഒന്ന് മോഡിഫൈ ചെയ്തേ. നിങ്ങൾ നേരത്തെ അഭിജിത്ത് ഇപ്പം സെൻഡ് ചെയ്ത പോലെ ആണെങ്കിൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ക്യാപിറ്റൽ ഡി കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. കിട്ടുമല്ലോ? So this is the expression for Ci. Now ഒരു സ്പെഷ്യൽ കേസും കൂടെ എഴുതാൻ പറ്റും. If X is very small, that is oxide thickness. If it is very small, then Ci is approximately equal to എന്ത് പറയാം? If X is very small ആണെങ്കിൽ Ci is equal to എന്താ വരുവാ? Approximately Ci is equal to C naught. Okay, just അവിടെ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. Now we have F3 is equal to, that is from equation 5 we have F3 is equal to Ks into Ci. Okay, then substitute for this Ci. ഇപ്പൊ നിങ്ങൾക്ക് Ci കിട്ടിയ എക്സ്പ്രഷൻ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So you will get Ks into C naught divided by 1 plus Ks into X divided by D. Okay, it is 7. So F3 ന്റെ Ks into Ci നിങ്ങളുടെ ഫിഫ്ത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ Ci. Okay, now consider the case F3. So നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന നമുക്ക് C നോട്ടിന്റെ എക്സ്പ്രഷൻ ആണ് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, so that consider the case F1 equal to F3. So F1 equal to F3 ചെയ്യേണ്ടത് ഏതാന്ന് വെച്ചാൽ നമ്മൾ ഈ തേർഡ് ഇക്വേഷൻ F1 ഈ ഒരു തേർഡ് ഇക്വേഷൻ യൂസ് ചെയ്യാം. Then F3
നമ്മൾ എഴുതിയിട്ടുള്ള ഫൈനലി എഴുതിയ ഈ 6th ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, consider the case f1 equal to f3. So substitute for f1. For f1 you can use equation from equation 3, h into c star minus c naught equal to, for f3, sorry, f3 की equation use ചെയ്ത് equation 7 use ചെയ്തോ. സോറി, ഞാൻ നേരത്തെ 6th പറഞ്ഞാണ്. equation 7 യൂസ് ചെയ്യുക for 3, that is ks into c naught divided by 1 plus s into x by d. ബിക്കോസ് നമ്മുടെ നെക്സ്റ്റ് എയിം എന്താന്ന് വെച്ചാൽ സി നോട്ട് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പൊ സി നോട്ടിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ്. സോ എഫ് എന്ത് ചെയ്യുക, ഇൻ ടേംസ് ഓഫ് സി നോട്ടുള്ള എക്സ്പ്രഷൻ എഴുതുക. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് ഇത് ഇക്വേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്നത് സി ഐന്റെ എക്സ്പ്രഷനും സി നോട്ട് എക്സ്പ്രഷനും കണ്ടുപിടിക്കലാണ്. അപ്പൊ സി ഐന്റെ എക്സ്പ്രഷൻ നിങ്ങൾക്ക് കിട്ടി, ബട്ട് അതിനകത്ത് സി നോട്ടും കൂടെ ഉണ്ട്. സോ സി നോട്ടിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, ദാറ്റ് വി ആർ ഇക്വേറ്റിംഗ് F1 ആൻഡ് F3. സോ എഫ് ഇക്വേഷൻ 3യിലുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്യുക. ദെൻ F3 ഇൻ ടേംസ് ഓഫ് സി നോട്ട് ഉള്ള F3ന്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. സോ h into c star minus c naught equal to ks into c naught by 1 plus ks into x by d. ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് സി നോട്ടിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചേ. സി നോട്ടിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചേ. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാ. കിട്ടിയാൽ പറയട്ടോ. നിങ്ങൾ സി നോട്ടിന്റെ ടേംസ് എല്ലാം ഒരു സിംഗിൾ സൈഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. So it is x star into 1 plus ks into x by d is equal to, here I can write c naught into ks plus x into 1 plus ks into x by d. So c naught is equal to c star into ks into x by d whole divided by ks plus h into 1 plus x into x by d. ഓക്കെ അല്ലേ? ആർക്കും ഡൗട്ട് ഇല്ലല്ലോ?
സിമ്പിൾ റീഅറേഞ്ച്മെന്റ് ആണ്. ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് അതിനകത്ത് കോമൺ ആയിട്ട് സി നോട്ട് എടുത്താൽ മതി. ഓക്കെ, സോ ഇതിനകത്തുനിന്ന് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. എച്ച് കൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഒന്ന് ഡിവൈഡ് ചെയ്തേക്കും. ഓക്കെ, സോ സി നോട്ട് ഈസ് ഈക്വൽ ടു ആ എച്ചും കൂടെ ഒന്ന് ക്യാൻസൽ ചെയ്യാം. സോ സി സ്റ്റാർ ഇൻറ്റു 1 പ്ലസ് കെ എസ് ഇൻറ്റു എക്സ് ബൈ ഡി ഡിവൈഡഡ് ബൈ ഓൾ ഡിവൈഡഡ് ബൈ എന്ത് വരും, ഇവിടെ എച്ച് ക്യാൻസൽ ആവും. ഓക്കെ, ദെൻ ഈ ഒരു ടേമിൽ എന്താണ്, ഒരു ഡിവൈഡഡ് ബൈ എച്ച് ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ന്യൂമറേറ്ററിൽ ഈ എച്ചും ഡിനോമിനേറ്ററിൽ എച്ച് ക്യാൻസൽ ചെയ്യുന്നത്. സോ ഇവിടെ എച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് വരും, ഇവിടെ ഒരു എച്ച് ഡിനോമിനേറ്ററിൽ. സോ ഡിനോമിനേറ്ററിൽ വരുന്ന ടേംസ് 1 പ്ലസ് കെ എസ് ബൈ എച്ച് പ്ലസ് കെ എസ് ഇൻ എക്സ് ബൈ ഡി. ഓക്കെ, so this is our expression for C naught, 8th equation. ക്ലിയർ അല്ലേ? ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിൽ എച്ച് ക്യാൻസൽ ചെയ്താണ്, അല്ലെങ്കിൽ എച്ച് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ ഡിവൈഡ് ചെയ്ത് നിർത്താൻ മതി. ഓക്കെ, ഏതെങ്കിലും സ്റ്റെപ്പ് കൺഫ്യൂഷൻ ആവുന്നുണ്ട് പറയണേ. ഓക്കെ അല്ലേ? Now substitute the value of C naught in equation 6. Substitute the value of C naught in equation 6. So our equation 6 ഏതാ? CI. So substitute the value of C naught in equation 6. So നമുക്ക് CI ന്റെ എക്സ്പ്രഷൻ equation 6 എന്ന് പറയുന്നത് I is equal to C naught divided by Ks into x by d. ഇതായിരുന്നു equation 6. So അതിൽ എന്ത് ചെയ്യുക, ഇപ്പൊ നമുക്ക് C നോട്ടിന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ടല്ലേ. So substitute for C naught. So get Ci is equal to C, instead of C naught, substitute this value, that is C star in 1 plus Ks into x by d divided by 1 plus s by h plus Ks into x by d. This is C naught. പിന്നെ എന്ത് വരും, ഒരു ഡിവൈഡഡ് ബൈ 1 പ്ലസ് kx ഇൻറ്റു എക്സ് ബൈ ഡി ഉണ്ട് അല്ലേ. ഇവിടെ ഒരു ടേം കൂടെ വരും 1 പ്ലസ് kx ഇൻറ്റു എക്സ് ഡി അല്ലെ. സി നോട്ടിന് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്, അതായത് ഇത് സി നോട്ടാണ്, ഇത്രയാണ് സി നോട്ടിന്റെ വാല്യൂ. ഇത് പിന്നെ ഡിവൈഡഡ് ബൈ 1 പ്ലസ് kx എക്സ് ബൈ ഡി ഉണ്ട്, അതാണിത്. ഓക്കെ, സോ ഇവിടെ എന്താവും, ഈ രണ്ട് ടേംസ് ക്യാൻസൽ ആവും. ഈ രണ്ട് ടേംസ് ക്യാൻസൽ ആവും. സോ എക്സ്പ്രഷൻ ഫോർ is equal to C star divided by 1 plus Ks divided by H plus Ks into x by d. Okay, this is the expression for Ci. Okay. So equation 8 and 9 കൂടെ ഇവിടെ നോട്ട് ചെയ്യാണ്. So C naught is equal to C star into 1 plus K into x by d divided by, നിങ്ങൾ ഇനി എഴുതണ്ട, നോട്ടിൽ ഇടല്ലോ.
then Ci is equal to okay. So this is expression for C and C naught. So നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് കോൺസെൻട്രേഷൻ ആണ്, ഓക്സിജൻ സ്പീഷീസിന്റെ കോൺസെൻട്രേഷൻ ആണ് ഫൈൻഡ് ചെയ്തത്. Now we have consider two limits. Okay, we have consider two limiting cases. Okay, one is when diffusivity is very small. Diffusivity means D. Okay, when diffusivity is very small, D tends to 0. This is one limiting case. Okay, when diffusivity is very small. അതായത് നിങ്ങൾ എത്ര ഓർക്കുന്നുണ്ട്, നമ്മുടെ ഓക്സിജൻ സ്പീഷീസ് ആ നമ്മുടെ വേഫറിനകത്തേക്ക് പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുള്ളൂ, SiO2 ഫോം ചെയ്യും. ഓക്കെ, സോ വെൻ ഡിഫ്യൂസിവിറ്റി ഈസ് വെരി സ്മോൾ, ആ ഒരു ഫ്ലോ ചെയ്യുന്ന റേറ്റ് എന്താ ഡിഫ്യൂഷൻ റേറ്റ് കുറവാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? വെൻ ഡിഫ്യൂസിവിറ്റി ഈസ് വെരി സ്മോൾ, വാട്ട് വിൽ ബി ദ കണ്ടീഷൻ ഓഫ് Ci? ദാറ്റ് ഈസ് ഇഫ് Di ടെൻസ് ടു 0, Ci will tend to, Ci ന്റെ എക്സ്പ്രഷൻ നോക്കുക. Ci ന്റെ എക്സ്പ്രഷനിൽ നിങ്ങൾ D ടെൻസ് ടു 0 ആണെങ്കിൽ, ഓക്കെ, ഈ ഒരു എക്സ്പ്രഷനിൽ നോക്കുക, D ടെൻസ് ടു 0 ആണ് കണ്ടീഷൻ. D ടെൻസ് ടു 0 ആണെങ്കിൽ എന്താവും? This term become infinity, അല്ലെ? D tends to 0, this kx into x by infinity ആണ് വരുന്നത്, സോറി ബൈ 0 ആണ് വരുന്നത്. സോ ഇതെന്താവും? ഈ ടേം ഇൻഫിനിറ്റിയിലോട്ട് പോകും. ഈ ടേം ഇൻഫിനിറ്റിയിലോട്ട് പോകാന്ന് പറഞ്ഞാല് ഇൻഫിനിറ്റി പ്ലസ് ഈ ടേംസ് തന്നെയായിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും, അല്ലെ? അപ്പൊ Ci ന്റെ വാല്യൂ എന്ത് പോകും? ടോട്ടൽ C സ്റ്റാർ ബൈ ഇൻഫിനിറ്റി എന്ന് പോകും. സോ Ci will tends to, പറഞ്ഞോ, when D tends to 0, it tends to പറഞ്ഞത് മനസ്സിലായില്ലേ? ഇൻഫിനിറ്റി ആണോ? ഇതൊന്ന് നോക്കിക്കേ, D ടെൻസ് ടു 0 ആണ്. D ടെൻസ് ടു 0 ആകുമ്പോൾ ks into x by D എന്താവും? ടെൻസ് ടു ഇൻഫിനിറ്റി, അല്ലെ? ഇപ്പൊ ഈ ഡിനോമിനേറ്റർ കംപ്ലീറ്റ് ഇൻഫിനിറ്റിയിലോട്ടാണ് പോകുന്നത്. സോ C സ്റ്റാർ ഡിവൈഡഡ് ബൈ ഇൻഫിനിറ്റി. Ci ടെൻസ് എന്താ? 0 ആണ്. ഇത് ആക്ച്വലി എന്താ സംഭവിക്കുക? നമ്മുടെ ഡിനോമിനേറ്റർ ടേം ഇൻഫിനിറ്റിയിലോട്ടാണ് പോകുന്നുണ്ട്, അല്ലെ? സോ this tends to infinity, so become എന്തായിരിക്കും? Ci tends to 0, അല്ലേ? Ci tends to 0. Okay. Now, in case of C naught, when D tends to 0, C naught tends to, C naught ന്റെ എക്സ്പ്രഷൻ നോക്ക്, ഈ എക്സ്പ്രഷൻ നോക്ക്. When D tends to 0, സീറോ ആണോ? ഇതെന്താ സംഭവിക്കാൻ വെച്ചാൽ നിങ്ങളൊന്ന് ഈ ഇക്വേഷൻ നോക്കിക്കേ. വെൻ D ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ ഈ ടേം ഇൻഫിനിറ്റിയിലോട്ട് പോകും, ഈ ടേം ഇൻഫിനിറ്റിയിലോട്ട് പോകും, അല്ലെ? അപ്പൊ നമുക്ക് ആക്ച്വലി ഈ ഇൻഫിനിറ്റി പ്ലസ് 1 അല്ലെങ്കിൽ ഇൻഫിനിറ്റി പ്ലസ് 1 പ്ലസ് KS ബൈ H, അത് ഓൾമോസ്റ്റ് എന്തായിരിക്കും? നമ്മുടെ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാലും ഇൻഫിനിറ്റി ആയിരിക്കില്ലല്ലോ, അല്ലെ? ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ടാവും. ആ ഹൈ വാല്യൂ ഈ ഒരു ക്യാൻസൽ ആവും. അങ്ങനെ ആവുമ്പോൾ എന്താ വരിക? C naught ടെൻസ് ടു C സ്റ്റാർ ആയിരിക്കും. ഒന്നുകൂടെ നിങ്ങൾ നോക്ക്, ഇപ്പൊ ഇവിടെ രണ്ടും, ഇവിടെയും വരുന്നുണ്ട് ബൈ D, ഇവിടെ വരുന്നുണ്ട്, അല്ലെ? അപ്പൊ ഇത് നമുക്ക് D
ടു സീറോ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഈ ഒരു ടേം ഇൻഫിനിറ്റിയിലോട്ട് പോകും, ഈ ഒരു ടേം ഇൻഫിനിറ്റിയിലോട്ട് പോകും. ഓക്കെ, സോ 1 പ്ലസ് ഇൻഫിനിറ്റി ഒരു ഹൈ വാല്യൂ വരും. ഇവിടെ അതേപോലെ തന്നെ ഓൾമോസ്റ്റ് 1 പ്ലസ് ഇൻഫിനിറ്റി പ്ലസ് കെ എസ് പ്ലസ് എച്ച് എന്നുള്ള വാല്യൂ ആണ് വരുന്നത് അല്ലെ. രണ്ടും എന്തായിരിക്കും ഏകദേശം സിമിലർ, ഏകദേശം ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും. എന്ന് വെച്ചാൽ അത് രണ്ടും ക്യാൻസൽ ആവുകയാണെങ്കിൽ എന്തായിരിക്കും സി നോട്ട് ടെൻസ് ടു സി സ്റ്റാർ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ആ രീതിയിൽ ഒരു കണ്ടീഷൻ മാത്രമല്ല ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും വരുന്നുണ്ട്. നമ്മൾ ഐഡിയലി ഇൻഫിനിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിലും കൂടെ അത് ഇൻഫിനിറ്റി ആയിരിക്കൂല, എന്തായിരിക്കും ഒരു ഹൈ വാല്യൂ എന്നാണ് അതിന്റെ മീൻ ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ ഇവിടെ നമ്മൾ ഡി ഈക്വൽ ടു സീറോ അല്ല കൊടുക്കുന്നത്, ഡി ടെൻസ് ടു സീറോ ആണ്. ഓക്കെ, ഇപ്പൊ ഡി ടെൻസ് ടു സീറോ എന്ന് പറയുമ്പോൾ ഡി സ്മോൾ വാല്യൂസ് വരുന്ന സമയത്ത് എന്തായിരിക്കും ഇവിടെ ഒരു ഹൈ വാല്യൂ വരും. ഓക്കെ, സോ ദാറ്റ് ഹൈ വാല്യൂ ഇവിടെ ഡിനോമിനേറ്ററിലെ ഹൈ വാല്യൂ എന്താവും ക്യാൻസൽ ആയിട്ട് വി ക്യാൻ സേ സി നോട്ട് സി സ്റ്റാർ. ഓക്കെ, അപ്പൊ ഈ ഒരു കണ്ടീഷൻ നോക്ക്, ഡിഫ്യൂസിവിറ്റി ഈസ് വെരി സ്മോൾ, സി ഐ ടെൻസ് ടു സീറോ ആൻഡ് സി നോട്ട് ടെൻസ് ടു സി സ്റ്റാർ. ഈ സി ഐയും സി നോട്ടും വരച്ച ഡയഗ്രത്തിൽ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് നോക്ക്. സി എന്ന് പറയുന്നത് ഇവിടെ ഓക്സൈഡിന്റെ ഇൻസൈഡിലുള്ള തിക്നെസ് ആണ് അല്ലെ. അപ്പൊ സോറി ഇൻസൈഡിലുള്ള ഓക്സൈഡ് കോൺസെൻട്രേഷൻ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഓക്സൈഡ് ലെയറും സിലിക്കൺ വേഫറിന്റെ ഇന്റർഫേസിലുള്ള കോൺസെൻട്രേഷൻ ആണ് സി ഐ. ഓക്കെ, അപ്പൊ സി ഐ ടെൻസ് ടു സീറോ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് റിയാക്ടൻസ് ഇല്ല എന്നാണ് മീനിങ് അല്ലെ. നമ്മുടെ ഓക്സിജൻ മോളിക്യൂൾസ് ഇൻസൈഡിൽ തന്നെ റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ല എന്നാണ് മീനിങ്. അതേപോലെ സി നോട്ട് ടെൻസ് ടു സി സ്റ്റാർ എന്ന് പറഞ്ഞാല് നമ്മുടെ സി സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ഓഫ് ഓക്സൈഡ് ആണ്. എന്ന് വെച്ചാൽ ആ ഒരു നമ്മുടെ ഔട്ടർ സർഫസിൽ എന്തായി ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എത്തുമ്പോൾ എന്താണോ കോൺസെൻട്രേഷൻ ഉള്ള ആ വാല്യൂയിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കേസിൽ പിന്നെ എന്താണ് റിയാക്ഷൻ നടക്കൂല, നമ്മുടെ ലിമിറ്റിംഗ് കേസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു കണ്ടീഷൻ ആവും വെൻ ഡിഫ്യൂസിവിറ്റി ബിക്കം വെരി സ്മോൾ ദർ വിൽ നോട്ട് ബി എനി റിയാക്ഷൻ. ഇപ്പൊ ഡിഫ്യൂസിവിറ്റി വെരി സ്മോൾ ആവുമ്പോൾ നമ്മൾ ഒന്ന് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ആയി അപ്പർ സർഫസിൽ, ഇന്നർ സർഫസിലുള്ള കേസ് എന്താണ് ഓക്സിഡന്റ് കോൺസെൻട്രേഷൻ ഓൾമോസ്റ്റ് സീറോയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ അവിടെ റിയാക്ഷൻസ് ഉണ്ടാവില്ല. സോ ഇറ്റ്സ് വൺ ഓഫ് ദ ലിമിറ്റിംഗ് കേസ് വെൻ ഡിഫ്യൂസിവിറ്റി ഈസ് വെരി സ്മോൾ, എന്തായിരിക്കും നമ്മുടെ ഈ ഒരു റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ കൺട്രോൾഡ് കേസ്. ഡിഫ്യൂഷൻ കൺട്രോൾഡ് കേസ്. That is, ഇവിടെ diffusion is controlling the oxidation process. Sorry. Here diffusion is controlling the oxidation process. So നമ്മുടെ oxidation rate depends on the supply of oxygen in the interface. എന്ന് വെച്ചാൽ ഡിഫ്യൂഷൻ നടക്കണമെങ്കിൽ ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇത്ര ആലോചിച്ചാൽ മതി. ഡിഫ്യൂഷൻ പ്രോക്കർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ ഫ്ലോ ഉണ്ടാവണം അല്ലെ. ഒരു ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എത്തിക്കഴിഞ്ഞാൽ ആ ഗ്രേഡിയന്റ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഫ്ലോ ഇല്ലാത്തതും റിയാക്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നതും. ഓക്കെ, സോ ഈ കേസിൽ ഡിഫ്യൂഷൻ ഇസ് കൺട്രോളിംഗ് ദ ഓക്സിഡേഷൻ പ്രോസസ്, സോ ഇറ്റ് ഇസ് കോൾഡ് ഡിഫ്യൂഷൻ കൺട്രോൾഡ് കേസ്. Then next, diffusivity is very large, second case. When diffusivity is very large, that is when D tends to infinity. Okay, so D tends to infinity il ningal Ci indeyum C naught expression endha varuva nokkike. When D tends to infinity, Ci is equal to, when D tends to infinity, Ci എന്ന് പറയുന്നതിന്റെ വാല്യൂ എന്തായിരിക്കും? D tends to infinity എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേം സീറോ ആവും അല്ലെ. When D tends to infinity, Ks into x divided by infinity, that is ഈ ഒരു ടേം എന്താവും സീറോ ആവും. So Ci is equal to എന്ത് കിട്ടും? C star divided by 1 plus Ks divided by h ആയിരിക്കും അല്ലെ. When D tends to infinity, D tends to infinity ആകുമ്പോൾ ഈ ടേം സീറോ ആവും. So our Ci will be this value. Then C naught. C naught equal to എന്താ വരുന്നത്? C naught equal to എന്ത് വരും? ഇവിടെയും D tends to infinity ആകുമ്പോൾ ഇത് സീറോ ആവും, ഇതും സീറോ ആവും അല്ലെ. സോ C naught is equal to C star divided by 1 plus Ks divided by h കിട്ടും. That means when D tends to infinity, Ci is equal to C0. So when diffusivity is very large, Ci is equal to C naught. That is
ഓക്സൈഡ് ലെയറിന്റെ ബോത്ത് സൈഡ്സിലും എന്തായിരിക്കും ഓക്സൈഡ് കോൺസെൻട്രേഷൻ സെയിം ആയിരിക്കും, ഈക്വൽ. അതായത് നമുക്ക് ഇഷ്ടംപോലെ സപ്ലൈ ഉണ്ട് അല്ലെ. ബട്ട് എന്താണ് റിയാക്ഷൻ ആണ് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ഓക്സിഡേഷൻ. റിയാക്ഷൻ നടക്കുവാണെങ്കിൽ എന്ത് ചെയ്യും? കാരണം ഇവിടെ നമുക്ക് ഓക്സിജൻ സ്പീഷീസ് ആയിട്ട് അവൈലബിൾ ആണ്. മാക്സിമം അബണ്ടന്റ് സപ്ലൈ ഓഫ് ഓക്സിജൻ ഈസ് there, but the oxidation rate is controlled by the reaction rate. So it is called reaction controlled case. മനസ്സിലായോ? അതായത് when d tends to 0 എന്നുള്ള കേസിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫ്യൂഷൻ കൺട്രോൾഡ് കേസ് ആണ്. ഡിഫ്യൂഷൻ ആയിട്ട് നടന്നാൽ അവിടെ എന്തുണ്ടാവും? റിയാക്ഷൻ നടക്കും. ഓക്കെ, ഇവിടെ സെക്കൻഡ് കേസ് പറയുമ്പോൾ ഡിഫ്യൂസിവിറ്റി വെരി ലാർജ് ആണ്, ബട്ട് റിയാക്ഷൻ കേസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം ഓക്സിജന്റെ സപ്ലൈ അവൈലബിൾ ആണ്, ബട്ട് ഓക്സിഡേഷൻ നമ്മുടെ ഓക്സൈഡിന്റെ ഗ്രോത്ത് റേറ്റ് വിൽ ഡിപെൻഡ്സ് അപ്പോൺ ദ റിയാക്ഷൻ. ഓക്കെ, റിയാക്ഷൻ ഓക്കെ ആണെങ്കിൽ, റിയാക്ഷൻ നടക്കുവാണെങ്കിൽ അവിടെ ഓക്സൈഡ് ഉണ്ടാവും, അതർവൈസ് ഇറ്റ് വിൽ ബി സ്മോൾ. ഓക്കെ, മറ്റേ കേസിൽ ഡിഫ്യൂഷൻ പ്രോപ്പർ ആയിട്ട് നടക്കുവാണെങ്കിൽ റിയാക്ഷൻ നടക്കും. ഇത് രണ്ടുമാണ് ലിമിറ്റിംഗ് കേസസ് ആയിട്ട് പറയുന്നത്. Now നെക്സ്റ്റ് നമ്മൾ ആ ഓക്സൈഡ് ഇപ്പൊ നമ്മൾ പറഞ്ഞു എങ്ങനെയൊക്കെ ഓക്സൈഡ് ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ള കണ്ടീഷൻ. ഡിഫ്യൂസിവിറ്റി വെരി സ്മോൾ ആണെങ്കിൽ ഡിഫ്യൂഷൻ കേസ് ആണ്. അവിടെ എന്താണ് ഡിഫ്യൂഷൻ ആണ് ഓക്സിഡേഷനെ കൺട്രോൾ ചെയ്യുന്നത്. സെക്കൻഡ് കേസിൽ ഡിഫ്യൂസിവിറ്റി വെരി ലാർജ് ആണെങ്കിൽ റിയാക്ഷൻ ആണ് ഓക്സൈഡ് ഗ്രോത്ത് റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, നൗ ഓക്സൈഡ് ഗ്രോത്ത് റേറ്റ്, ഇപ്പൊ നമ്മുടെ ആ ഓക്സൈഡ് ഗ്രോ ചെയ്യുന്ന ഓക്സൈഡിന്റെ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന അത് ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ആ തിക്നെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നെക്സ്റ്റ് നോക്കുന്നത്. സോ ഓക്സൈഡ് ഗ്രോത്ത് റേറ്റ്. നമുക്ക് ഇനി നെക്സ്റ്റ് ആ തിക്നെസ്, ഗ്രോ ചെയ്യുന്ന ഓക്സൈഡിന്റെ തിക്നെസ് ഒക്കെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ ഹിയർ ഇൻ ഓർഡർ ടു കാൽക്കുലേറ്റ് ദ റേറ്റ് ഓഫ് ഓക്സൈഡ് ഗ്രോത്ത് വി ആർ ഡിഫൈനിങ് എ വേരിയബിൾ N1, where N1 is the number of oxidant molecule per unit volume. Number of oxidant molecules per volume of the oxide. That is നമ്മുടെ ഓക്സൈഡിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, അല്ലെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ആ ഒരു യൂണിറ്റ് വോളിയം കോൺസെൻട്രേഷൻ എന്ന് പറയാം. ഓക്കെ, നമ്പർ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദ ഓക്സൈഡ് ലെയർ വി ആർ ടേക്കിംഗ് ആസ് N1. And the growth rate is taken as x by dt, where x is the thickness of oxide layer and t is the time. So growth rate, that means എന്താണ് per unit time എത്ര thickness increase ചെയ്യുന്നുണ്ട്, that is നമ്മുടെ ഓക്സൈഡ് ചെയ്യുന്ന rate, that is dx by dt, and N1 is the number of oxidant molecules per unit volume in the oxide. So we write F3 equal to 3 എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഓക്സിഡൈസിങ് സ്പീഷീസ് റിയാക്ട് അറ്റ് ദ SiO2 ഇന്റർഫേസ് ആണ്. സോ അവിടെ റിയാക്ട് ചെയ്യുന്ന ഫ്ലക്സ് ആണ്, റിയാക്ട് ചെയ്തിട്ട് കിട്ടുന്ന ഫ്ലക്സ് ആണ് ഏത്? F3. സോ വി ക്യാൻ റൈറ്റ് F3 is equal to, in terms of this N1 and dx by dt, F is equal to N1 into dx by dt. Is നമ്മുടെ ഗ്രോത്ത് റേറ്റ് ഇൻറ്റു നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം with the flux. Okay, so in terms of N1 in growth rate and number of oxidant molecules, we can write F3 is equal to N1 into dx by dt. Okay, ഇനി നമ്മുടെ F3 യുടെ നേരത്തെ ഒബ്റ്റെയിൻ ചെയ്ത എക്സ്പ്രഷൻ, that is F3 is equal to, നമുക്ക് ഇക്വേഷൻ 5 നിങ്ങൾക്ക് F3 ന്റെ എക്സ്പ്രഷൻ ഉണ്ട് അല്ലെ. F3 is equal to Ks into CI. അതിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ CIന്റെ എക്സ്പ്രഷൻ, ഫൈനൽ എക്സ്പ്രഷൻ ഉണ്ടല്ലോ, ഇക്വേഷൻ 9. ഇക്വേഷൻ 9ലുള്ള CIന്റെ എക്സ്പ്രഷൻ എന്ത് ചെയ്യാം, ആ F3 ന്റെ വാല്യൂ, അതായത് F3 is equal to we have Ks into CI. ഓക്കെ, അപ്പൊ ഈ CIന്റെ എക്സ്പ്രഷൻ എന്ത് ചെയ്യാം, ഇക്വേഷൻ 9ന്റെ അകത്ത് നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് F3 is equal to Ks into C star divided by 1 plus Ks by H plus
Ks into x divided by d. അതായത് F3 expression consider ചെയ്യുക Ks into Ci. Substitute for Ci in that equation. Ci expression C star divided by 1 plus Ks into H plus Ks into x by d. ഈ ഒരു expression consider ചെയ്യുക. Now, now equate these two equations. That is, ഇതും F3 expression ആണ്, ഇതും F3 expression ആണ് അല്ലേ? So, equate these two. That is n1 into dx by dt is equal to Ks into C star divided by 1 plus Ks by H plus Ks into x by d. Okay. Now, നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ എക്സ് ആണ് ആക്ച്വലി എന്ത് പറയുന്നത്, തിക്നെസ് എന്ന് പറയുന്നത് അല്ലെ. ഓക്സൈഡ് തിക്നെസ് എക്സ് ആണ്, നമുക്ക് ആ ഗ്രോത്ത് ആണ് നെക്സ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ വി ഹാവ് ടു, നിങ്ങൾ ഓർക്കണം, നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, അപ്പൊ ഈ ഡി എക്സ് ബൈ ഡി ടി നമുക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ ഡി എക്സ് ബൈ ഡി ടിന്റെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എനിക്കിപ്പം കിട്ടിയിട്ടുള്ളത് അല്ലെ. ഡി എക്സ് ബൈ ഡി ടി ഉള്ള ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു ഇന്റഗ്രേറ്റ്. സോ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, വാരിയബിൾ സെപ്പറബിൾ മെത്തേഡ് യൂസ് ചെയ്യാം. സെപ്പറേറ്റിംഗ് ദ വാരിയബിൾസ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ്, ഞാൻ തന്നെ എഴുതിക്കോ, സെപ്പറേറ്റിംഗ് ദ വാരിയബിൾസ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ്. ഓർമ്മയില്ല, ഡി എക്സ് ബൈ ഡി ടി സെപ്പറേറ്റിംഗ് ദ വാരിയബിൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സിലെ ടേംസ് എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവരും, വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. ദെൻ റിമൈനിങ് ടേംസ് അതർ സൈഡിൽ വിത്ത് റെസ്പെക്ട് ടു ടി ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഫോർ ദാറ്റ് ഐ എം ഇന്റഗ്രേറ്റിംഗ് this 1 plus Ks by H plus Ks into x by d അല്ലെ. ഈ ടേമിനാണ് നമുക്ക് x ഉള്ളത്. സോ ഈ കംപ്ലീറ്റ് ടേമിന് ഇൻറ്റു എന്ത് ചെയ്യാം, ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ, ഞാൻ ഈ n1 ഡിവൈഡഡ് ബൈ n1 ഡിവൈഡ് ബൈ ഡി ടിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ എന്ത് കിട്ടും, Ks ഇൻറ്റു സി സ്റ്റാർ ഡിവൈഡഡ് ബൈ n1 ഇൻറ്റു ഡി ടി. ക്ലിയർ അല്ലേ? ഏതെങ്കിലും സ്റ്റെപ്പിൽ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ ചോദിക്കണേ. ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എങ്ങാനും എന്തെങ്കിലും ഇക്വേഷൻ ചെയ്യുന്നതിന് ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ, ഞാൻ എഴുതുന്ന മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കട്ടോ. ഒന്ന് വാരിയബിൾ സെപ്പറബിൾ അപ്ലൈ ചെയ്തു, അതായത് ഈ ഒരു ടേം, ഈ കംപ്ലീറ്റ് ടേംസിന് എന്ത് ചെയ്തു, ഇൻറ്റു ഡി എക്സ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു. ഇത് എന്ത് ചെയ്തു, ഇൻറ്റു ഡി ടി ഡിവൈഡഡ് ബൈ n1 റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. നൗ ഇന്റഗ്രേറ്റ് പറഞ്ഞു. ഇന്റഗ്രൽ എന്താ കിട്ടുക, ഈ 1നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും, ഇന്റഗ്രലിന്റെ വാല്യൂ വിൽ ബി എക്സ്. ഓക്കെ, 1നെ ഇന്റഗ്രേറ്റ് ചെയ്ത കിട്ടും. ദെൻ Ks by h, അഗെയിൻ Ks by h, Ks by x ഇല്ല അതിൽ, Ks by h ഇൻറ്റു ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു എക്സ് വരും. പ്ലസ് നെക്സ്റ്റ് എന്താ, നെക്സ്റ്റ് ടേമിൽ Ks by d കോൺസ്റ്റന്റ് ആണ്, എക്സിന്റെ ഇന്റഗ്രല് എക്സ് സ്ക്വയർ ബൈ 2. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡിൽ ഇന്റഗ്രേഷൻ കംപ്ലീറ്റ് ആയി. ദെൻ റൈറ്റ് സൈഡിൽ എന്താണ്, എല്ലാം കോൺസ്റ്റന്റ് ആണ് അല്ലെ, ഒന്നിലും ടി ഇല്ല. Ks ഇൻറ്റു സി സ്റ്റാർ ഡിവൈഡഡ് ബൈ n1 ഇൻറ്റു ടി. ഓക്കെ, പ്ലസ് ഒരു പി ആഡ് ചെയ്യുന്നത്, പി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ. കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആണ് പി. നൗ നമുക്ക് ഈ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ എഴുതിയിട്ടുണ്ട്. സോ ഈ പിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ പിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഫോർ ദാറ്റ് അസ്യൂം ദ ഇനീഷ്യൽ കണ്ടീഷൻ. ടു ഫൈൻഡ് ദ കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ പി, അസ്യൂം ഇനീഷ്യൽ കണ്ടീഷൻ. നോർമലി ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ, കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് initial conditions or boundary conditions അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. So here we can assume the initial condition. That is, initial condition means when t is equal to 0 ലൈൻ, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഓക്സൈഡ് തിക്നെസ് x equal to xi ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മുടെ ഓക്സിഡേഷൻ പ്രോസസ് തുടങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി റൂം ടെമ്പറേച്ചറിൽ ഒരു ഓക്സിഡേഷൻ പ്രോസസ് നടന്ന ഒരു ഓക്സൈഡ് ലെയർ ഫോം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇനീഷ്യലി
ടി ഈക്വൽ ടു 0 ആണെങ്കിലും അവിടെ ഒരു തിക്നെസ് ഉണ്ട്. എക്സ് എന്ന് പറയുന്നത് ഓക്സൈഡ് തിക്നെസ് ആണ്. സോ എക്സ് ഐ എന്ന് പറയുന്നത് ഇനീഷ്യലി ഉള്ള ഓക്സൈഡ് തിക്നെസ്. ഓക്കെ, ഇനീഷ്യൽ ഓക്സൈഡ് തിക്നെസ് എക്സ് ഐ ആയിട്ട് കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് വെൻ ടി ഈക്വൽ ടു 0. ടൈം ഈക്വൽ ടു 0 എന്നുള്ള ഇവിടെ മീൻ ചെയ്യുന്നത് എന്താണ്? സ്റ്റാർട്ടിംഗ് ദ ഓക്സിഡേഷൻ പ്രോസസ്. നമ്മുടെ ഓക്സിഡേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത ഇനീഷ്യൽ തിക്നെസ് എക്സ് ഈക്വൽ ടു എക്സ് ഐ. ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ടി. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ ടി ഈക്വൽ ടു 0യും ഈ ഒരു എക്സ്പ്രഷനിൽ നമ്മുടെ ഇക്വേഷൻ നമ്പർ 10 അല്ലേ, ഇക്വേഷൻ നമ്പർ 10ൽ എന്ത് ചെയ്യാം, ടി ഈക്വൽ ടു 0യും എക്സ് ഈക്വൽ ടു എക്സ് ഐയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ എന്ത് കിട്ടും? ഈക്വൽ ടു എക്സ് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എക്സ് ഐ പ്ലസ് കെ എസ് ഡിവൈഡഡ് ബൈ എച്ച് ഇൻറ്റു എക്സ് ഐ പ്ലസ് കെ എസ് ഡിവൈഡഡ് ബൈ എക്സ് ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ടേം വെൻ ടി ഈക്വൽ ടു 0 ആണല്ലേ, ടി ഈക്വൽ ടു 0, ദിസ് ഈസ് ഈക്വൽ ടു ഓക്കെ. സോ പിന്റെ വാല്യൂ നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. എക്സ് ഐ സ്ക്വയർ, കാരണം ഈ രണ്ട് ടേമിൽ എക്സ് ഐ ഉണ്ടല്ലേ, അപ്പൊ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, എക്സ് ഐ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുക്കാം. സോ വി ക്യാൻ റൈറ്റ് പി ഈസ് ഈക്വൽ ടു കെ എസ് ബൈ ഡി ഇൻറ്റു എക്സ് ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് എക്സ് ഐ ഇൻറ്റു 1 പ്ലസ് കെ എസ് ഡിവൈഡഡ് ബൈ എച്ച്. ഓക്കെ, അതായത് ഈ രണ്ട് ടേമിൻ്റെ അകത്തുനിന്ന് എക്സ് ഐനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു. ദാറ്റ് ഈസ് 1 പ്ലസ് ഇൻറ്റു വൺ പ്ലസ് കെ എസ് ബൈ എച്ച് കിട്ടും. ഈ ടേം ഫസ്റ്റ് എഴുതിയതേ ഉള്ളൂ. നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് വാല്യൂ ഓഫ് പി ഇൻ ഇക്വേഷൻ 10. Substitute this value of P in equation 10. എന്താ കിട്ടുക? ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സ് സ്ക്വയർ നമ്മുടെ ഇക്വേഷന്റെ തന്നെ എഴുതുക. എക്സ് സ്ക്വയറിലെ ടേം ആദ്യം എഴുതുക കേട്ടോ. സോ കെ എസ് ബൈ ഡി ഇൻറ്റു എക്സ് സ്ക്വയർ. ഇവിടെയും എക്സിനെ ഞാൻ കോമൺ പുറത്തേക്ക് എടുക്കുന്നു. ഓക്കെ, സോ 1 പ്ലസ് കെ എസ് ബൈ എച്ച് ഇൻറ്റു എക്സ്. ലെഫ്റ്റ് സൈഡ് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടും അതേപോലെ എക്സിനെ കോമൺ ആയിട്ട് എടുത്തിട്ട് എഴുതാം കേട്ടോ. റൈറ്റ് സൈഡ് എന്ത് വരും? ഈക്വൽ ടു കെ എസ് ഇൻറ്റു സി സ്റ്റാർ ഡിവൈഡഡ് ബൈ n1 ഇൻറ്റു ടി. ദെൻ പ്ലസ് പി ആണ് വേണ്ടത് അല്ലേ, അപ്പൊ പിക്ക് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് കെ എസ് ഡിവൈഡഡ് ബൈ 2d ഇൻറ്റു എക്സ് ഐ സ്ക്വയർ പ്ലസ് 1 പ്ലസ് കെ എസ് ബൈ എച്ച് ഇൻറ്റു എക്സ് ഐ. സോ നമ്മൾ പിന്റെ വാല്യൂ ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചു. അത് നേരത്തെ കിട്ടിയ ഇന്റഗ്രേറ്റ് കിട്ടിയ ആ ഒരു എക്സ്പ്രഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി കുറച്ചുകൂടെ പ്രോസസ്സ് ചെയ്യാനുണ്ട്. ടൈം ആയില്ലേ, നമുക്ക് ബാക്കി ചെയ്യാം. നമ്മൾ ഉദ്ദേശിച്ച ഈ ഇക്വേഷന്റെ അകത്തുനിന്ന് സോൾവ് ചെയ്തിട്ട് ഈ ഇക്വേഷനെ സോൾവ് ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കലാണ്. എക്സ് ആണ് നമ്മുടെ തിക്നെസ് ഓഫ് ഓക്സൈഡ് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷനെ സോൾവ് ചെയ്തിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാണ് ചെയ്യാൻ ബാക്കിയുള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ചെയ്യാം. കുറച്ചും കൂടെ സ്റ്റെപ്പ് ഞാനിവിടെ ഒന്നുകൂടെ മോഡിഫൈ ചെയ്താലേ നിങ്ങൾക്ക് അത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി കൺവേർട്ട് ചെയ്ത് എന്നിട്ട് വേണം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്. അപ്പൊ നിങ്ങൾ അതിന് മുന്നേ ഈ ഡെറിവേഷൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മൊത്തം എല്ലാ ഡെറിവേഷൻസിന്റെ ഇതിന് മുന്നേയുള്ള എല്ലാ സ്റ്റെപ്പും ഒന്നുകൂടെ ഒന്ന് നോക്കുക. ഏതെങ്കിലും പോയിന്റിൽ ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് നോക്കിയിട്ട് വാട്ടോ. അറ്റൻഡൻസ് അഭിജിത്ത്, അഭിജിത്തില്ലേ?